ഒരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ആസിഫിൻ്റെ പടം ചെയ്ത് കഴിഞ്ഞിട്ട് ഡബ് ചെയ്യാൻ പോയി. ഡബ് ചെയ്യാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ്, പിന്നെ ഡയറക്ടർ പറഞ്ഞ്, ഈ KPS ലളിതയുടെ ഒരു കഥ പറയണ ഒരു സീൻ കാണിച്ചു തന്നു, ഡയലോഗ് പറഞ്ഞ് ഈ കഥ പറയണ ആ ടോണിൽ ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ് കയ്യടി മേടിച്ച സാധനമാണ് കേട്ടോ, പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ പുള്ളി KPS ലളിതനാണ് കാണുന്നത്, എന്നിട്ട് അതുപോലെ പറയാൻ പറഞ്ഞു. 2-3 തരത്തിൽ ഞാൻ പറഞ്ഞു നോക്കിയിട്ടും പുള്ളിക്ക് മതിയാവണില്ല. ആകെ ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ, അതാണ് ഇങ്ങനെ പറഞ്ഞോണ്ടേ മറിച്ചും തിരിച്ചൊക്കെ ഇങ്ങനെ പറയേ. അവസാനം ഞാൻ പറയും, ഒരു കാര്യം ചെയ്യും മോനിത്, ഞാൻ എല്ലാവരും മോനെ ഒന്ന് വിളിക്കും, മോൻ്റെ കാര്യം ചെയ്തു ആരെങ്കിലും കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കത്, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നല്ലെന്ന് പറഞ്ഞു. അയ്യോ അത് വേണ്ട, എന്നൊരു കാര്യം ചെയ്യും, KPS ലളിതയുടെ ഫോട്ടോ കൊടുത്തിട്ട് മാറ്റിയൊക്കെ തന്നു. എനിക്ക് KPS ലളിത ആകാൻ ഒരിക്കലും സാധിക്കില്ല. അവരെന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കണം, ഞാനെവിടെ കിടക്കണം. KPS ലളിതയും സുകുമാരിയൊക്കെ ചെയ്യണ സാധനങ്ങൾ അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ ഈ ഡയലോഗ് പറയണത്. ഇതുപോലെ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞേക്കാം, ഇല്ലെങ്കിൽ വേണ്ടെന്ന് നോക്കുന്നുണ്ട്. മനസ്സിലായി? ഇത് ഇങ്ങനെ പറയണ അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുമോ? അപ്പം അവരുടെ രീതിയിലാണെങ്കിൽ അവരാക്കിയെടുത്തോട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ എന്തുകൊണ്ടും ചെയ്തോന്ന് പറഞ്ഞു. അപ്പം പിന്നെ ചേച്ചി പറഞ്ഞ പോലെ പറയാൻ പറ്റും. ചേച്ചി പറഞ്ഞല്ലോ, ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ, അല്ലാണ്ട് ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ അത് പിടിച്ച്, അല്ല അതുപോലെ നമുക്ക് പറയാൻ പറ്റുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഓർമ്മയിലുണ്ട്, അങ്ങനെ തന്നെ പറയണത്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ആകുള്ളൂ എന്നുള്ളത് നമുക്കറിയാമല്ല, അങ്ങനെ തന്നെ പറയണം. പക്ഷെ പുള്ളിക്ക് എന്തോ KPS ലളിത അങ്ങനെ പറഞ്ഞു, KPS ലളിത ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര അതാണ് ആകെ ഈ സിനിമ ഫീൽഡിൽ ഇറങ്ങിയിട്ട് എനിക്കൊരു പ്രയാസം തോന്നിയത്. ഞാൻ പറയാം, എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർക്ക് എന്ത് ഇഷ്ടത്തിലാണോ എന്നെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഇതുവരെ എന്നോട് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാ പോന്നു, പടം വന്നിട്ടില്ല കേട്ടാ. ചിത്രത്തിൻ്റെ ആസിഫലിനെ കണ്ടിട്ടാണ് എനിക്കത് പറഞ്ഞത്. ആസിഫലിയുടെ കൂടെ ഞാൻ വേറെ സിനിമ ചെയ്തു, കൂമൻ. അത് ജിത്തു ജോസഫിൻ്റെ കൂടെ വരുന്നു. പുള്ളിക്ക് പോലും നമ്മളോട് ഒന്നും മറുത്തൊരു വർത്താനം പുള്ളി പറഞ്ഞില്ല. നല്ലതാ, പാവങ്ങളാ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ല ഇതാണ്. ടോവിനോ അവരൊക്കെ നല്ല റാങ്ങളാണ്. ചാക്കോച്ചിയൊക്കെ എന്തൊരു പാവം റാങ്ങളാണ്. നമ്മളിവിടെയൊക്കെ ഒരു പ്രത്യേക ബഹുമാനം ഉണ്ട് അവർക്കൊക്കെ. എല്ലാ റാങ്ങളും ഇപ്പം ഈ തലമുറയിൽ വന്ന് നിൽക്കണ എല്ലാവരും നല്ല ഇതാണ്. അവരാർക്കും ആരോടും വ്യത്യസ്ത ഇതൊന്നുമില്ല, എല്ലാവരോടും ഒരേപോലെയുള്ള പെരുമാറ്റങ്ങളും ഒക്കെയാണ്. ടോവിനോയുടെ കൂടെ ഞാനൊരു 3-4 പടം ചെയ്തു. പിന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഇത്രയൊരു സഹകരണമുള്ളൊരു നടൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യണതിന് ഇത്തിരി ഇതുണ്ടെങ്കിൽ അപ്പം പറയും, ചേച്ചി അത് ഇങ്ങനെ പറഞ്ഞാൽ ചേച്ചി കാണാഞ്ഞിട്ടാണ് അത് ചേച്ചിക്ക് മനസ്സിലാകാത്ത, ഞാൻ കാണിച്ചിട്ടേ എന്നൊക്കെ. അത് ഇവിടെ നിന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞാൽ കറക്റ്റാവും. നമുക്ക് ഈ പോയിന്റുകൾ അത്ര അറിയാൻ പറ്റില്ലല്ലോ. ആദാം ജോൺ ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറയുന്ന ഡയലോഗ് കറക്റ്റാണ്, പക്ഷേ ചേച്ചി പറയുമ്പോൾ ഇത് കിട്ടണമെങ്കിൽ ചേച്ചി ഇവിടെ തന്നെ നോക്കണം കേട്ടോ പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു. ആ ഒരു ഡയലോഗില്ലേ, ഒരു പാട്ടിൻ്റെ സീനാണ്. ആ പാട്ടിൻ്റെ സീനിൽ ആ ഡയലോഗ് പറയുമ്പോൾ വേറൊരു നടനാണെങ്കിൽ അങ്ങോട്ട് മൈൻഡ് ചെയ്യാണ്ട് പോകും. പക്ഷെ ഞാൻ ഈ പറയുന്ന ഡയലോഗിന് പൃഥ്വിരാജ് തിരിഞ്ഞൊരു ചിരിയുണ്ട്. എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് ഓർത്തോ. ഒരു പാട്ടിൻ്റെ സീനാണ്, വീട്ടിലേക്ക് പോവുകയാണ്, വൈഫ് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഈ അമ്മേനൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ അമ്മയുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഈ ഡയലോഗിന് പൃഥ്വിരാജ് ഒരു ബൈക്കിന് പോകണേ, പൃഥ്വിരാജ് തിരിഞ്ഞൊരു ചിരിയുണ്ട്. ആ ചിരിയിലാണ് എന്നെയും കൂടി ആ സിനിമയിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു നടനാണെങ്കിൽ അതങ്ങോട്ട് കേട്ടിട്ട് അങ്ങോട്ട് പോവുള്ളൂ. പക്ഷെ തിരിഞ്ഞു നോക്കി അത് അറ്റൻഡ് ചെയ്ത്. അങ്ങനെയൊക്കെയുള്ള അതുള്ള നടന്മാരാണ് അവരൊക്കെ. കൂടെ അഭിനയിച്ച പിള്ളേരൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പം ടോവിനാണെങ്കിൽ ലൂക്ക സിനിമയിൽ എന്ത് രസമായിട്ടാണ് ആ ഡയലോഗൊക്കെ. പോളി ചേച്ചി എന്നൊരു ആർട്ടിസ്റ്റിന്റെ ഗ്രോത്തില്
ഈ വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? അവിടെ ഒരുപാട് കലാകാരന്മാരെ പാട്ട് പാടുന്നത്. അപ്പൊ അത്തരത്തില് നമുക്ക് വളരാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത സ്ഥലമാണ്. അതെ 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 ഒരുപാട് കലാകാരന്മാരുണ്ട്, പാട്ടുകാരുണ്ട്, എല്ലാ വിധത്തിലും തബല വായിക്കാനും മറ്റേനും അർച്ചേനും വയലിനും അങ്ങനെ എല്ലാ വിധത്തിലുള്ള കലാകാരന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് വൈപ്പിങ്ങര. ഇപ്പം നാടക നടന്മാർ തന്നെ എന്തോരം പേരാണുള്ളത്, എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ട്. നമ്മൾ നാടകത്തിന് പോകുമ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കുറവ് കഴിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കണം, നീ ഇത്രയും നാടകം കളിച്ച് കിടക്കണം, ഒന്നും കഴിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല ആൾക്കാരും എന്നെ പറഞ്ഞ് ഉപദേശിക്കാറുണ്ട്. അപ്പം നമുക്ക് അന്നും സപ്പോർട്ട് ഇന്നും സപ്പോർട്ടാണ്. ഒരു ദിവസം നമ്മൾ 10 ദിവസം നാടകം കഴിഞ്ഞിട്ട് ഒരു ദിവസം നിൽക്കുമ്പോൾ ചോദിക്കും നാടകം ഇല്ലെന്ന് അങ്ങനെ ചോദിക്കണം. നമ്മൾ 10 ദിവസം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇത് കിട്ടിയേക്കണം, എന്നാലും ആളുകൾ അങ്ങനെ ചോദിക്കും. അപ്പോൾ ആളുകൾ ഇതിൻ്റെ ഭയങ്കര പ്രോത്സാഹനമാണ് നമുക്ക്, നാടകത്തിലായാലും സിനിമയിലായാലും അങ്ങനെ തന്നെ. അവിടെ ഇപ്പോഴും ഈ വൈപ്പിനിൽ ഇപ്പോഴും ഈ നാടകം എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും ആക്റ്റീവായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നാടകമൊക്കെ ബുക്ക് ചെയ്യാനും നാടകം കാണാനും ഒക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ആ നാടക ട്രൂപ്പുകൾ എറണാകുളത്ത് വളരെ കുറവാണ്. കഴിഞ്ഞ പണ്ടെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു 5-10 ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾ ഒന്നാമത്തെ ഈ കാണാൻ ആളില്ലല്ലോ, ഇപ്പോൾ ഓഡിയൻസ് കുറവാണ്. ഓഡിയൻസ് കുറവായപ്പോൾ തന്നെ നാടകത്തിൻ്റെ ആ ഇത് പോയി. പിന്നെ വളരെ കുറച്ച് പൈസ കിട്ടുന്നൊരു ഇതാണ് നാടകം. ഏത് പരിപാടിക്കും പൈസ കിട്ടും, നാടകത്തിന് വളരെ നിസ്സാര പൈസയേ ഉള്ളൂ. ഇപ്പോഴും ഒരു 40,000 രൂപ മേലെ ഇല്ല. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും നല്ല പൈസയാണ്. പണ്ട് ഞങ്ങൾക്കൊക്കെ 100 രൂപ കിട്ടിയപ്പോഴും 100 രൂപ എൻ്റെ ലാസ്റ്റ് നാടകം കളിക്കുമ്പോൾ എനിക്ക് 1000 രൂപ കിട്ടണം. അന്ന് നാടകത്തിന് ഭയങ്കര പൈസ കുറവാണ്. ഒരു നാടക ട്രൂപ്പിന് 40,000 രൂപ കിട്ടണം. ആ 40,000 രൂപയിൽ മുതലാളിക്ക് എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് ഊഹിക്കാനുള്ളൂ. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ നാടകം കളിച്ച് 5 നാടകം കഴിഞ്ഞ് ഒരു നാടകം ഫ്രീ കളിക്കണം. അപ്പോൾ മുതലാളിക്ക് ഇത് ഇറക്കാനുള്ള ഒരു പൈസ അയാൾക്ക് വേണമല്ല, അങ്ങനെയുണ്ട് പണ്ട്. സിനിമയിൽ വന്നിട്ട് കുറെ വർഷങ്ങളായല്ലോ. ഈ ഒരു കാലഘട്ടത്തിൽ സിനിമയുടെയും സാഹചര്യങ്ങളിലും നടീനടന്മാർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഒരു മാറ്റം ഉണ്ടോ സിനിമയിൽ? ഇല്ല, എനിക്ക് വലിയ ഇതൊന്നും തോന്നണില്ല, അതിൽ വ്യത്യാസങ്ങളൊന്നും. ഇപ്പം നമ്മൾ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമല്ലേ വന്നേക്കണം. ഒരുപാട് നമ്മൾ പ്രേംനസീർ സത്യൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ സിനിമ എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള കുറവുകളും കൂടുതലുകളും ഉണ്ട്. അവരൊക്കെ അന്ന് പുളിഞ്ചോട്ടിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നാണ് അന്നൊക്കെ അഭിനയിച്ച് പോയേക്കണം. 10-20 സിനിമകൾക്ക് ലൊക്കേഷനിലേക്ക് ഓടിയിടക്കണ ഒരു കാലം വരുന്ന അവരുടെ. ഇപ്പം മനുഷ്യരിക്കെന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ആ സിനിമ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഇരിക്കുക, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇരിക്കാം, അത് സഹകരണമാണ്. അങ്ങനെ ആയാൽ മതി. അപ്പം പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതല്ലാതെ നമുക്ക് എല്ലാം കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ പലതും കിട്ടൂല. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞ് വാക്കുകൾക്ക് ഉണ്ടാക്കാന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാലം വന്നതനുസരിച്ച് പോകണം. അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുമെന്ന് പറയില്ലേ, അങ്ങനെ അങ്ങോട്ട് പോയാൽ ഇതൊക്കെ ഇല്ലാതെ അങ്ങോട്ട് ഒഴുക്കിലങ്ങനെ ഒരു ഇതിൽ പോവും കാര്യങ്ങൾ അല്ലേ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പിടിച്ചു വരച്ച് മേടിക്കാൻ പറ്റിയ സംഭവങ്ങളല്ല, ഒന്നും പിടിച്ചു വരച്ച് കിട്ടൂല. ഇപ്പോൾ നമ്മൾ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമ വല്ലതെന്ന് പറഞ്ഞ് ആരോടെങ്കിലും ചെന്ന് പറയാൻ പറ്റും. അവർക്ക് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഓപ്പർച്യൂണിറ്റി തേടി അങ്ങോട്ട് പോകാറില്ലേ? ഇല്ല, അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, പോയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ കയ്യിലും നാടകം നിൽപ്പുണ്ട്. ഇവർ ഉപേക്ഷിച്ച ഉടനെ നാടകം കളിക്കും. അല്ല, മമ്മൂട്ടി വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്ന മമ്മൂട്ടിക്ക് ഒരു സിനിമ കഴിയുമ്പോൾ 3 പടം വേറെ വന്നിട്ടുണ്ടാവും. മമ്മൂട്ടി അങ്ങനെ ചോദിക്കില്ല, അതൊക്കെ വെറുതെ നമ്പറാണ്. ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നാടകങ്ങളിപ്പോ ഇടയ്ക്ക് വല്ലതും ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് ഞാൻ ഈ നാടകം മറന്നു പോരുതല്ലോ നമ്മ. അപ്പം അതുകൊണ്ട് നമ്മളെ പള്ളിയിലെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, മാതൃവേദി അങ്ങനെയുള്ള സംഘടനകളൊക്കെ വരുമ്പോൾ മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഒരു ചെറിയ സ്കിറ്റൊക്കെ ചെയ്ത് ഒക്കെ നിൽക്കും. പിന്നെ ഒരു ചെറിയ നാടകം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഒറ്റ നാടകം പോലെ ചെയ്ത് പഠിപ്പിച്ചൊക്കെ വെച്ചേക്കാണ്, പകുതിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു ടൈം കിട്ടിയിട്ടില്ല, അത് ശരിയാക്കി ഒന്നിച്ച് പല സ്റ്റേജുകളിൽ. അല്ല, ഒരു നമ്മളിപ്പോൾ കഥാപാത്രം ഒരാളെ ഉണ്ടാവുള്ളൂ, പക്ഷെ വേറെ കഥാപാത്രം പറഞ്ഞു വരുത്തും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഡിയൻസ് അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ ഓഡിയൻസിൽ നിന്ന് ആളുകളെ സംസാരിച്ച് നേരത്തെ വന്നല്ലേ, ഞാൻ പള്ളിയിൽ പോയപ്പോൾ വാതിൽ ചാരിയിട്ടുണ്ടായാൽ നിങ്ങൾ വന്ന കയറി ഇരുന്നോട്ടെ എന്ന് കരുതി. അങ്ങനെ ഓഡിയൻസൊക്കെ അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു നാടകം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നാ നിങ്ങൾ എന്തിനാണ് വന്നതെന്നാ, മേരത്താത്ത എന്തിനാണ് ഇതൊക്കെ പറയണത്, അത് കൊള്ളാം. കഴിഞ്ഞ ദിവസം ഈ ക്യാമറയായിട്ട് 2 പിള്ളേർ വന്നിച്ചു. പിന്നെ ഏതാണ് കേരളത്തിൽ ഇപ്പം പ്രായം കൂടിയ ആൾ മേരി ചേച്ചിയാണെന്നുണ്ട്. മേരി ചേച്ചി
കേരളത്തിൻ്റെ ഭൂപടം വരക്കണമെന്ന് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു സാധനം പോകണം. അപ്പോൾ അവരെ കൊള്ളിച്ച് പറഞ്ഞ ക്യാമറക്കാർ പോയാ ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അവർ വരും വീണ്ടും മറ്റേതായിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അതിനോട് കണക്ട് ചെയ്ത് അങ്ങനെയാണ് ഈ ഒറ്റ ആളായിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഞാൻ വേറെ നമ്മുടെ ബാബു പിള്ളാശ്ശേരി എന്നെ കൊണ്ട് എഴുതിപ്പിച്ച് ഈ കുറേ നാളായി എനിക്കൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു, എടാ ഒരു നാടകം എനിക്ക് എഴുത്ത് എന്നോടാന്ന് പറഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂറുകളുണ്ടാവും. പിന്നെ അതിൻ്റെ അകത്ത് അപ്പം എൻ്റെ മോൻ നന്നായിട്ട് പാട്ട് പാടും, മ്യൂസിക് ടീച്ചറാണ്, ക്ലാസ് എടുക്കണേ. അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് രണ്ടിനും കൂടി നാടകം സിനിമ കുറയുമ്പേ നമുക്ക് പല പല സ്ഥലങ്ങളിൽ ഇത് ചെയ്യാം, അത്യാവശ്യത്തിനുള്ള കാശിനുള്ള ഒരു പണി ഇരിക്കട്ടെ കയ്യിൽ. അപ്പം അങ്ങനെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ചെയ്യും, അടുത്തത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മ്യൂസിക് സ്വന്തമായി ഡയറക്ട് ചെയ്ത് സ്വന്തമായി എഴുതി അങ്ങനെ ചെയ്യണം, ഒരു പ്രൊഡക്ഷൻ ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ നാടകമാണെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല, ഇതിനൊരു സംവിധാനം വേണം. അതായത് ഞാൻ അവനോട് തന്നെ പറഞ്ഞു, എന്നെ ഒരുപാട് കളിയതാണ് അവൻ. ഞാൻ പറഞ്ഞു, എടാ ബാബു നീ തന്നെ ഇത് എനിക്ക് സംവിധാനം ചെയ്തതെന്ന് പറഞ്ഞു. ഞാനിത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്താൽ ഇത് ഭംഗിയാവില്ല, ഇതിനൊരു അടുക്കും ചിട്ടും വേണമെങ്കിൽ നിൻ്റെ മനസ്സിലൊരു സാധനം ഉണ്ടല്ലോ, അതും കൂടി ആകുമ്പോൾ നമുക്ക് രണ്ടുപേരും കൂടി ആകുമ്പോൾ ഇത് ഭംഗിയാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഡയറക്ഷൻ ചെയ്യണം, എന്ത് സാധനങ്ങളും ഡയറക്ഷൻ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താലും ശരിയാവില്ല. ഒറ്റയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇപ്പോൾ ഒരു സ്കിറ്റ് ചെയ്യാം ഒറ്റയ്ക്ക്, അത് ഒരു കോമഡിക്ക് വേണ്ടി നമ്മൾ രണ്ടാൾ ചിരിക്കണം, അത് മാത്രമല്ല അമ്മമാർക്കൊന്നും ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാം. അതുപോലെ നാടകം ചെയ്യാൻ പറ്റില്ല, നാടകത്തിന് അതിൻ്റെതായ ഗൗരവമുണ്ട്. ഇപ്പം മ്യൂസിക് വേണം, അതിനകത്ത് കുറേ കവിതകളുണ്ട്, അതൊക്കെ പാടണം. അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഇത്തിരി സ്റ്റാൻഡേർഡായിട്ട് തന്നെ നമുക്കത് ചെയ്യാമെന്നുള്ള ആണ് വിചാരിച്ചത്. കാലഘട്ടങ്ങൾ പറയുന്നുണ്ട്, ഒരേ സാധനങ്ങൾ പുന്നപ്ര വയലാർ മറ്റൊരു വർഷം അങ്ങനെയുള്ള സാധനങ്ങൾ പറയുമ്പോൾ നമുക്കത് കാണിക്കാനായിട്ട് പറ്റിയ വിധത്തിലേ അങ്ങനെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, അപ്പോൾ അത് കുറച്ച് പാട്ട് പാടാനുള്ളതൊക്കെ മോനെ കൊണ്ട് പാടിപ്പിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ അമ്മയും മോനും കൂടി ഇറങ്ങാന്നുള്ള ഒരു സാധനത്തിലിരിക്കണേ. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ അടിയന്തര അല്ലെങ്കിൽ ഈ നാടകവും ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ അങ്ങനത്തെ സോഷ്യൽ ഇഷ്യൂ ഇതൊക്കെ ആയിട്ട് എപ്പോഴും കണക്റ്റഡാണ്. ഇന്നും നേരത്തെ പറഞ്ഞിട്ട് ഈ മുനമ്പം പോവാണെന്നൊക്കെ, അത് എത്രമാത്രം ഒരു ഇൻവോൾവ്മെന്റ് ചേച്ചിയുടെ പേഴ്സണലായിട്ടും ഈ പർട്ടിക്കുലർ വിഷയത്തിലും എന്താണ്? അതെന്ന് പറഞ്ഞാലേ നമ്മൾ ഒരു കലാകാരി എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഇപ്പം നടക്കണ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ അവിടെ 2 സമരം നടക്കുന്നുണ്ട്. ഒന്ന് മുല്ലപ്പെരിയാറിനെ പറ്റി ഉള്ളതും, ഒന്ന് മുനമ്പത്തെ പ്രശ്നം. ഈ മുനമ്പത്തെ പ്രശ്നമൊക്കെ എന്ന് പറഞ്ഞാൽ ആ കര തന്നെയാണ് നമ്മൾ വൈപ്പിൻ മുനമ്പമുള്ള കലാകാരന്മാരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ളവരാണ് ഈ വാവ എന്ന സംഘടന. ഈ സംഘടനയിലുള്ള കലാകാരന്മാരും കലാകാരികളും ആണെങ്കിലും ഒരു നാടിൻ്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ തന്നെ അതിൽ പങ്കെടുക്കേണ്ടത് അത് രാഷ്ട്രീയപരമായോ അല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളാണ്. അത് ഉണ്ടാകണമെന്നാണ്. പൊതുസമൂഹത്തിലാകുമ്പോൾ നമ്മളെപ്പറ്റി ഇപ്പം ഞാനവിടെ ചെല്ലുമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയ്ക്കൊരു ബലം, അതായത് അവരുടെ പരിപാടിക്ക് നമ്മളും ചെന്ന് എന്നുള്ള. അപ്പോൾ നമ്മളവിടെ ഒറ്റപ്പെടണില്ല, നമ്മൾ എടുക്കണ ഇപ്പം എൻ്റെ സിനിമ കണ്ട് സന്തോഷിക്കണ ആ ആളുകൾ തന്നെയാണല്ലോ ഈ ദുഃഖത്തിലും പങ്കുചേരണം. അപ്പോൾ അതിലും നമ്മൾ പങ്കുചേരണം, അതാണ് എൻ്റെ പോളിസി. അപ്പം അതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ ഇന്ന് റെഡിയാണ്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു അതെന്ത് കാര്യത്തിൽ ഇപ്പോൾ ബസ് സമരത്തിൻ്റെ നഗരത്തിലേക്കുള്ള ബസ് ഞങ്ങൾ അവിടെ നിന്ന് വൈപ്പിൻ എറണാകുളത്തേക്ക് വന്നെങ്കിൽ കലൂർ പോകണമെങ്കിൽ നമ്മൾ ഹൈക്കോടതിയിൽ ഇറങ്ങിയിട്ട് വേറെ ബസ്സിൽ കയറിയിട്ടാണ് കലൂർ പോകുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഒരു ബസ് അവിടെ നിന്ന് നേരിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ലാഭം, ഈ സാധാരണക്കാർക്ക് അതൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ ബസ് ഈ വീടുകളിലും ഫ്ലാറ്റിലും ഒക്കെ പണിക്ക് പോകുന്ന കുറേ അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ 2 പീസ് കൊടുക്കണ നേരം കൊണ്ട് ഒരെണ്ണത്തിൽ പോയിട്ട് ഒരു ബസ്സിൽ കയറി പോകണം. അങ്ങനെ ഒരു സമരം, അതിനുവേണ്ടി ഞങ്ങൾ ഒരു സമരമൊക്കെ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ബസ്സൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അങ്ങനെ അതുമൊക്കെ സമരം കൊണ്ടൊക്കെ തന്നെ നേടിയതാണ്. കുടിവെള്ളത്തിന് ഞങ്ങൾ സമരം ചെയ്തതാണ്, പാലത്തിന് ഞങ്ങൾ സമരം ചെയ്തതാണ്, പക്ഷെ എല്ലാം കിട്ടി. കുടിവെള്ളമൊക്കെ ഇപ്പോൾ നമ്മുടെ മുറ്റത്തായി.